ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, ഈ വീക്ക് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ എന്തുകൊണ്ടാണ് അത് വീക്കായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് വേർഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്. വീക്ക് വേർഷൻ അത്രയ്ക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സ്ട്രോങ് വേർഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രോങ് വേർഷനിലേക്ക് പോകാം. ഇതിൽ പറയുന്നത് എത്രയാണ്? പ്രൂവ് ദാറ്റ് എവറി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് n പീപ്പിൾ ഈസ് ഓഫ് ദി സെയിം സെക്സ്. അതായത് ആർബിട്രറി ആയിട്ട് നമ്മൾ ഒരു n ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്, അതിൽ എല്ലാവരും ഒരേ ജെൻഡറിൽ പെട്ട ആൾക്കാരാണ്. അതെന്തായാലും തെറ്റായൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു 10 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് ഒരു 10 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 പേരും സെയിം ജെൻഡറിലുള്ള ആളാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ റിസൾട്ട് നമുക്ക് വീക്ക് വേർഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഓക്കെ, അപ്പോൾ ആ വീക്ക് വേർഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്യണം. പി ഓഫ് എൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പി ഓഫ് എൻ എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പി ഓഫ് എൻ, ലെറ്റ് പി ഓഫ് എൻ ബി every person in a set of n people is of the same sex. ഇത് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഏത് n പീപ്പിളിനെ എടുത്താലും അവർ സെയിം സെക്സ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പി ഓഫ് എൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീക്ക് വേർഷനിൽ ആദ്യം നമ്മൾ പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം? പി ഓഫ് എൻ നോട്ട് ട്രൂ ആവണമെങ്കിൽ എൻ നോട്ടിന് ഒരു വാല്യൂ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻ നോട്ടിന് ഒരു 1 എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പി ഓഫ് 1 എന്താണെന്ന് നോക്കാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ആൾ സെയിം ജെൻഡർ ആയിരിക്കുമല്ലോ. ഓക്കെ, 1 എന്നുള്ളത് പി ഓഫ് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ എന്തായാലും സെയിം ജെൻഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് പി ഓഫ് 1 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ, ലെറ്റ് കെ ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആർബിട്രറി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം, ലെറ്റ് കെ. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു പി ഓഫ് കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഇഫ് കെക്ക് ട്രൂ ആണെങ്കിൽ കെ പ്ലസ് 1നും അത് ട്രൂ ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1ഉം ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ആ റിസൾട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എല്ലാ എന്നിനും ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് പി ഓഫ് കെ ട്രൂ ആണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എവ്രി വൺ ഇൻ എ സെറ്റ് ഓഫ് കെ പീപ്പിൾ ഈസ് ഓഫ് സെയിം സെക്സ്. അതാണ് പി ഓഫ് കെൻ്റെ മീനിങ്. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. എ എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എ എന്നുള്ള സെറ്റ് A1 A2 എക്സെട്ര AK പ്ലസ് 1 ഇങ്ങനൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുപോലെ ബി എന്നുള്ള വേറൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. A1 A2 എക്സെട്ര AK എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യും. അതുപോലെ സി ഡിഫൈൻ ചെയ്യാണ്. A2 A3 എക്സെട്ര AK പ്ലസ്. ഈ എ എന്നുള്ള സെറ്റിൽ എത്ര ആളുകളാണുള്ളത്? A1 A2 എക്സെട്ര AK പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈ സെറ്റിൽ എത്ര ആളുകളാണുള്ളത്? ഈ സെറ്റിൽ K പ്ലസ് 1 ആളുകളുണ്ട്. ഓക്കെ, അതുപോലെ ഈ സെറ്റിൽ എത്ര ആളുകളുണ്ട്? K പീപ്പിൾ ഉണ്ട്. അതുപോലെ സി എന്നുള്ള സെറ്റിലും A2വിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും K പീപ്പിളാണുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകും. പി ഓഫ് കെ പ്ലസ് 1 എങ്ങനെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും? അതായത് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു വെൻ ഡയഗ്രാം വെച്ച് നമുക്ക് നോക്കി നോക്കാം. ശരിക്കും ഈ A2 A3 എക്സെട്ര AK എന്നുള്ളത് എല്ലാത്തിലും കോമൺ ആണ്. ഇതിലും ഉണ്ട്, ഈ സെറ്റിലും ഉണ്ട്, ഈ സെറ്റിലും ഉണ്ട്. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് A2 മുതൽ AK വരെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്നത് എന്താ? A1ഉം AK പ്ലസ് 1. ഇതിൽ എക്സ്ട്രാ വരുന്നത് A1, ഇതിൽ എക്സ്ട്രാ വരുന്നത് AK പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെൻ ഡയഗ്രാം വെച്ചിട്ട് ഇതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ബി എന്നുള്ള സെറ്റാണ്. ഈ ബിയിലും സിയിലും എന്തായാലും കോമൺ ആയിട്ട് കുറേ ആളുകളുണ്ട്. ഓക്കെ, കോമൺ ആയിട്ട് കുറേ ആളുകളുണ്ട്. ഇത് സി എന്നുള്ള സെറ്റാണ്.
അപ്പോൾ ഇവിടെ A2, A3 എക്സെട്ര AK വരെയുള്ള എലമെൻറ്റ്സ് ഇവിടെ കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്നത് ആരാണ്? A1 എന്നുള്ളൊരു എലമെൻ്റാണ്, ഒരു ആളാണ് കൂടുതൽ വരുന്നത്. അതുപോലെ C എന്നതിൽ AK+1 എന്ന ആളാണ് എക്സ്ട്രാ വരുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശരിക്കും എന്താ വരുന്നത്? ഈ B യൂണിയൻ C എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? A തന്നെയാണ്. ഓക്കെ, അപ്പോൾ B എന്നുള്ള സെറ്റും C എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, അതാണ് ഇൻ്റർസെക്ഷനിൽ എഴുതിയത്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A കിട്ടും. അതായത് A എന്ന് പറയുന്നത് B യൂണിയൻ C ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ റിസൾട്ട് എന്താണ് അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്? ഈ റിസൾട്ട് Kക്ക് ട്രൂ ആണെന്നാണ് അസ്യൂം ചെയ്തത്. Kക്ക് ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏത് K ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവർ സെയിം ജെൻഡറാണ്. അപ്പോൾ Bയിൽ K ആൾക്കാരല്ലേ ഉള്ളത്, അപ്പോൾ Bയിൽ എല്ലാ ആളുകളെ എടുത്താലും അവർ സെയിം ജെൻഡറാണെന്നാണ് അർത്ഥം. കാരണം K പീപ്പിളാണ്, അതുകൊണ്ട് സെയിം ജെൻഡറാണ്. അതുപോലെ Cയിലും K പീപ്പിളാണുള്ളത്, K ആളുകളായതുകൊണ്ട് അവിടെയും എന്ത് തന്നെയാണ് വരിക? അവിടെയും നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഏത് ആളുകളെടുത്താലും അവർ സെയിം ജെൻഡറാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ Bയിലും സെയിം ജെൻഡറായിട്ടുള്ള ആൾക്കാരാണ്, Cയിലും സെയിം ജെൻഡറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ A2, A3 എന്നുള്ളത് ഒരിപ്പം സപ്പോസ് മെന്നാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ A2, A3 എന്നുള്ളതും മെൻ തന്നെയാണ്. അതുകൊണ്ട് Cയിലുള്ള എല്ലാവരും ഒരേ ജെൻഡർ ആയതുകൊണ്ട് A2, A3യുടെ അതേ ജെൻഡർ തന്നെയായിരിക്കും AK+1 വരും. Cയിലുള്ള എല്ലാവർക്കും സെയിം ജെൻഡർ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇതേപോലെ തന്നെയാണ് Bയിലും. അപ്പോൾ ഇവരുടെ ഇതേ ജെൻഡർ തന്നെയാണ് A1 വരിക. അതിൻ്റെ അർത്ഥം എന്താ? A1, A2 എക്സെട്ര AK+1 എല്ലാവരും സെയിം ജെൻഡറാണ്. അതിൻ്റെ അർത്ഥം B യൂണിയൻ Cയിലുള്ള എല്ലാവർക്കും സെയിം ജെൻഡറാണ്. ദാറ്റ് മീൻസ് Aയിലുള്ള എല്ലാവരും സെയിം ജെൻഡറാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? Kക്ക് ട്രൂ ആണെങ്കിൽ K+1നും ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷൻ എന്താണ് പറയുന്നത്? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് P(n) ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റീജർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻറ്റീജറിനും അത് ട്രൂ ആണ്. അപ്പോൾ വീക്ക് വേർഷൻ വെച്ച് നമ്മളിത് പ്രൂവ് ചെയ്തതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലായത്? ഒരു അബ്സേർഡ് ആയിട്ടുള്ള റിസൾട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ റിസൾട്ട് വെച്ചിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീക്ക് വേർഷൻ വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു സ്ട്രോങ് വേർഷൻ വേണ്ടി വരുമെന്ന് പഠിച്ചതും അതിനുവേണ്ടി ശ്രമിച്ചതും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷനെ കുറിച്ചാണ്. അതെന്താണെന്ന് നോക്കാം. ദി സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ലെറ്റ് P(n) be a statement satisfying the following conditions where n belongs to Z. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇതാണ്: P(n0) is true for some integer n0. P(n0) true ആണ് for some integer n0. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് if k is an arbitrary integer greater than or equal to n0 such that P(n0) plus 1 and P of k is true, then P of k plus 1 is also true. Then P of n is true for integer n greater than or equal to n0. Then P of n is true for every integer n greater than or equal to n0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വീക്ക് വേർഷനായിട്ട് ഒരു വ്യത്യാസമില്ല. P(n0) ഈസ് ട്രൂ, അത് തന്നെയാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനിലാണ് ഒരു വ്യത്യാസമുള്ളത്. ഇഫ് k ഈസ് ആൻ ആർബിട്രറി ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0, അവിടെ വരെ കറക്റ്റാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ വന്നിട്ടുള്ള വ്യത്യാസം P of k മാത്രം ട്രൂ ആണെങ്കിൽ k+1 ട്രൂ ആണെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. കെക്ക് മാത്രമാണ് പറഞ്ഞിരുന്നത്, അതിന് മുമ്പുള്ള വാല്യൂസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ n0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വാല്യൂസിനെല്ലാം കറക്റ്റ് ആവണമെന്ന് പറയും. P(n0) ട്രൂ ആയിരിക്കണം, P(n0+1) ട്രൂ ആയിരിക്കണം, P(n0+2) ട്രൂ ആയിരിക്കണം. അങ്ങനെ P of k വരെയുള്ള എല്ലാ വാല്യൂസിനും ട്രൂ ആണെങ്കിൽ P of k+1 ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? P of n ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റീജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യും. എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് എന്ന് വെച്ചാൽ ലെറ്റ് എസ് ബി എ സെറ്റ്. വീക്ക് വേർഷനിൽ നമ്മൾ ഇത് തന്നെയാണ് പ്രൂവ് ചെയ്തത്. ലെറ്റ് എസ് ബി എ സെറ്റ് ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു Z സച്ച് ദാറ്റ് P of n ഈസ് ട്രൂ.
സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് പി ഓഫ് n ഈസ് ട്രൂ. ഇതാണ് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെറ്റ്. ഓക്കെ, പി ഓഫ് n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരുന്ന എന്നുകളുടെ കളക്ഷനാണ് എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? പി ഓഫ് n നോട്ട് ഈസ് ട്രൂ എന്ന് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ, പി ഓഫ് n നോട്ട് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? പി ഓഫ് n നോട്ട് ഈസ് ട്രൂ ഫോർ പി ഓഫ് n നോട്ട് ഈസ് ട്രൂ ഫോർ സം ഇൻറ്റീജർ n നോട്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് n ട്രൂ ആണെങ്കിൽ n എസ്സിലെ എലമെൻ്റ് ആണ്. അപ്പോൾ n നോട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് n നോട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ മീനിങ് n നോട്ട് എന്നുള്ളത് എവിടുത്തെ എലമെൻ്റ് ആണ്? എസ്സിലെ എലമെൻ്റ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താ? പി ഓഫ് n നോട്ടും പി ഓഫ് n നോട്ട് പ്ലസ് വണ്ണും പി ഓഫ് n നോട്ട് പ്ലസ് ടു എക്സെട്ര പി ഓഫ് കെ ഇതെല്ലാം ട്രൂ ആണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. പി ഓഫ് n നോട്ട് ട്രൂ ആണെങ്കിൽ n നോട്ട് എസ്സിലെ എലമെൻ്റ് ആണ്. പി ഓഫ് n നോട്ട് പ്ലസ് വൺ ട്രൂ ആണെങ്കിൽ എന്താ വരിക? n നോട്ട് പ്ലസ് വൺ എസ്സിലെ എലമെൻ്റ് ആണെന്ന് വരും. പി ഓഫ് n നോട്ട് പ്ലസ് ടു ട്രൂ ആണെങ്കിൽ എന്താ വരിക? n നോട്ട് പ്ലസ് ടു എന്നുള്ളത് എസ്സിലെ എലമെൻ്റ് ആണ്. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ കെ എന്നുള്ളത് എവിടുത്തെ എലമെൻ്റ് ആയിട്ട് വരും? എസ്സിലെ എലമെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ വരിക? കെ പ്ലസ് വണ്ണും എവിടുത്തെ എലമെൻ്റ് ആണെന്ന് കിട്ടി? എസ്സിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. അതായത് n നോട്ട് പ്ലസ് വൺ എസ്സിലെ എലമെൻ്റ് ആണ്, n നോട്ട് പ്ലസ് ടു എസ്സിലെ എലമെൻ്റ് ആണ്. കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ കെ പ്ലസ് വൺ കെ പ്ലസ് എസ് അല്ല, കെ പ്ലസ് വൺ ഓൾസോ ബിലോങ്സ് ടു എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വീക്ക് വേർഷനിലെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കറക്റ്റായിട്ട് വന്നത്. n നോട്ടും എസ്സിലെ എലമെൻ്റ് ആണ്, കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ കെ പ്ലസ് വണ്ണും എസ്സിലെ എലമെൻ്റ് ആണ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് പി ഓഫ് n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എവരി എന്നിന് ട്രൂ ആണെന്ന് നമുക്ക് വീക്ക് വേർഷനിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പ്രൂവ് ചെയ്യുന്നത്. n നോട്ടും എസ്സിലുണ്ട്, കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ കെ പ്ലസ് വണ്ണും എസ്സിലുണ്ടെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ഓഫ് n എന്നുള്ളത് ട്രൂ ആണ് ഫോർ എവരി n. ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ നോക്കുകയാണ്. പ്രൂവ് ദാറ്റ് എവരി പോസ്റ്റേജ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 cents ക്യാൻ ബി മെയ്ഡ് വിത്ത് 2 and 3 cent stamps. അപ്പോൾ ആദ്യം നമ്മൾ പി ഓഫ് n എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്യണം. ലെറ്റ് പി ഓഫ് n ബി എ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ദാറ്റ് എനി പോസ്റ്റേജ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 cents ക്യാൻ ബി മെയ്ഡ് വിത്ത് 2 and 3 cent stamps എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം നമുക്ക് n നോട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് n നോട്ട് 2-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ n നോട്ട് ഈക്വൽ ടു 2 എന്ന് നമുക്ക് എടുക്കാം. n നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ എന്തായാലും ഒരു 2 cent സ്റ്റാമ്പിനെ എന്തായാലും നമുക്ക് എന്ത് വെച്ചിട്ട് തന്നെ എഴുതാം? 2 വെച്ചിട്ട് തന്നെ എഴുതാം. പി ഓഫ് 2 cent സ്റ്റാമ്പ്സിനെ 2 cent സ്റ്റാമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പി ഓഫ് 2 എന്നുള്ളത് എന്തായാലും ട്രൂ. അവിടെ ഓൾറെഡി രണ്ട് തരം സ്റ്റാമ്പ്സേ ഉള്ളൂ, 2 cents 3 cents. ഓക്കെ, അപ്പോൾ പി ഓഫ് 2 ട്രൂ ആവണമെങ്കിൽ പി ഓഫ് 2-നെ 2 cents 3 cents വെച്ചിട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പി ഓഫ് 2-ൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ പി ഓഫ് 2 എന്തായാലും ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? n നോട്ട് മുതലുള്ള എല്ലാ വാല്യൂസിനും കറക്റ്റ് ആവണമെന്ന് പറയുന്നത്. അതായത് n നോട്ട് പ്ലസ് 1-ന് ട്രൂ ആവണം, n നോട്ട് പ്ലസ് 2-ന് ട്രൂ ആവണം, n നോട്ട് പ്ലസ് 3-ന് ട്രൂ ആവണം, പി ഓഫ് കെയ്ക്കും ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ കെ പ്ലസ് 1-ന് ട്രൂ ആവണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പി ഓഫ് 3 n നോട്ട് 2 ആണെങ്കിൽ n നോട്ട് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3-നെ നമുക്ക് എന്തായാലും 3 cent സ്റ്റാമ്പ് വെച്ചിട്ട് എഴുതിക്കൂടെ, കവർ ചെയ്തൂടെ? അപ്പോൾ അതും നമുക്ക് പറ്റും, കറക്റ്റാണ്. നെക്സ്റ്റ് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ പി ഓഫ് 4 ആണ്. അതിനെ നമുക്ക് ഒരു 2 cent സ്റ്റാമ്പും വീണ്ടും ഒരു 2 cent സ്റ്റാമ്പും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ പി ഓഫ് 4 ആയി. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? 3 + 2 എങ്ങനെ ആക്കാം? അതുപോലെ പി ഓഫ് 6 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഒന്നുകിൽ 3 + 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 + 2 + 2 എഴുതാം. ഇതുപോലെ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ n നോട്ടിന് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്തു? n നോട്ട് പ്ലസ് 1 ട്രൂ ആണ്, n നോട്ട് പ്ലസ് 2 ട്രൂ ആണ്, n നോട്ട് പ്ലസ് 3 ട്രൂ ആണ്, എക്സെട്ര അപ് ടു ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് പി ഓഫ് കെ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പി ഓഫ് കെക്ക് മുമ്പ് എന്ത് വരും? പി ഓഫ് കെ -1 വരും. ഇതെല്ലാം ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെല്ലാം 2 cent സ്റ്റാമ്പ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ 3 cent സ്റ്റാമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടോ നമുക്ക് കവർ ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം? അതിനൊന്നുമില്ല. പി ഓഫ് കെ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് കെ പ്ലസ് വൺ ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് എഴുതാം. ഓക്കെ, പി ഓഫ് കെ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് എഴുതാം. കാരണം എന്താ? ഇത് തന്നെയാണ് പി ഓഫ് കെ പ്ലസ് വൺ. പി ഓഫ് കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ നമുക്ക് പി ഓഫ് കെ മൈനസ് വൺ പ്ലസ് പി ഓഫ് ടു എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് കെ മൈനസ് വണ്ണിനെ നമുക്ക് 2 സെൻറ്റ് സ്റ്റാമ്പോ 3 സെൻറ്റ് സ്റ്റാമ്പോ വെച്ച് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ പി ഓഫ് ടുവിനെയും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പി ഓഫ് കെ പ്ലസ് വണ്ണും ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണും അത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇത് എൻ നോട്ടിന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. എൻ നോട്ട് പ്ലസ് വൺ, എൻ നോട്ട് പ്ലസ് ടു എക്സെട്ര പി ഓഫ് കെ വരെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണെന്ന് ഇത്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ വെച്ചിട്ട് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻറ്റീജർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറെയും കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.